2024 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ സമയം വൈകിട്ട് 6 മണിയോടടുത്തു. ആൻസി എന്നു പേരുള്ള ഒരു പെൺകുട്ടി, 11ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിനി. അവൾ ആ നഗരത്തിലെ ബസ് സ്റ്റാൻഡിൽ കയ്യിൽ ഒരു ബാഗും പിടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. ഞാനീ പറഞ്ഞ ആൻസി എന്ന പേര് അവളുടെ യഥാർത്ഥ പേരല്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായതുകൊണ്ട് അവളുടെ പേര് പുറത്തു പറയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അവളെ ആൻസി എന്ന് വിളിക്കാം. ആൻസി ബസ് സ്റ്റാൻഡിന് ചുറ്റും നോക്കിക്കൊണ്ട് ഒരു ബസ് അന്വേഷിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധിച്ച ഒരു കണ്ടക്ടർ അടുത്ത് വന്ന് ചോദിച്ചു, എവിടേക്കാണ് പോകേണ്ടത്? അതിന് ആൻസി അല്പം മടിച്ചുകൊണ്ട് പറഞ്ഞു, പട്യാലയിലേക്കാണ് പോകേണ്ടത്, പഞ്ചാബിൽ. ഇത് കേട്ട കണ്ടക്ടർ പറഞ്ഞത്, പട്യാലയിലേക്കോ? ഇവിടുന്ന് നേരിട്ട് ബസ് ഒന്നും ഇല്ല. ആദ്യം നീ ഡെഹ്റാഡൂൺ പോയി അവിടെ നിന്ന് മാത്രമേ പട്യാലയിലേക്ക് പോകാൻ കഴിയൂ എന്നും പറഞ്ഞു. ഇത് കേട്ട് ആൻസി എന്ത് ചെയ്യണം എന്ന ചിന്തയോടുകൂടി ആ കണ്ടക്ടറെ നോക്കി. ഇപ്പോൾ അയാൾ പറഞ്ഞു, ഈ ബസ് ഡെഹ്റാഡൂണിലേക്കാണ് പോകുന്നത്, ഇതിൽ കയറിക്കൊള്ളൂ, അവിടെ നിന്ന് നിനക്ക് എളുപ്പത്തിൽ ബസ് കിട്ടുമെന്ന്. ആൻസി അതിന് സമ്മതിച്ച് ബസ്സിൽ കയറി. അപ്പോഴേക്കും ആ ബസ് പകുതി നിറഞ്ഞിരുന്നു. അവൾ ഒരു ഒഴിഞ്ഞ സീറ്റ് കണ്ടു. ജനലിനരികിൽ ചെന്നിരുന്നു. ഇരുന്ന ഉടനെ അവൾ പുറത്തൊന്നും നോക്കാതെ ഉറങ്ങാൻ തുടങ്ങി. പക്ഷെ ബസ്സിലെ മറ്റ് യാത്രക്കാരുടെ ശബ്ദവും പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റു വാഹനങ്ങളുടെ ശബ്ദം എല്ലാം കേട്ട് അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. എന്നാൽ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ അവളെ സഹായിക്കുന്നത് പോലെ ബസ് അവിടെ നിന്നും സ്റ്റാർട്ടായി. ബസ് ഹൈവേയിലേക്ക് എത്തുന്നത് വരെയും മന്ദഗതിയിലായിരുന്നു പോയത്. പിന്നീടാണ് വേഗത കൂടിയത്. ജനലിലൂടെ അകത്തേക്ക് അടിച്ചു കയറിയ കാറ്റ് ആൻസിയെ ഉറങ്ങാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ലോകം മറന്ന് ഉറങ്ങിക്കിടന്ന ആൻസിക്ക് അടുത്ത നിമിഷം നടക്കാനിരിക്കുന്ന ഭീകര സംഭവത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതെ, 2024 ഉത്തരേന്ത്യയെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു കേസ്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ കാണേണ്ട, തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ. പ്രധാനമായും ചെറിയ കുട്ടികൾ. നാട്ടിൽ ഇങ്ങനെയെല്ലാം മനുഷ്യരുണ്ട്, നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്ര അത്യാവശ്യമാണ്. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അതേ ദിവസത്തെ രാത്രി, സമയം ഏകദേശം 12:30, ഡെഹ്റാഡൂൺ ബസ് സ്റ്റാൻഡിലെ ഒരു സിമന്റ് ബെഞ്ചിൽ ചീകാത്ത മുടിയുമായി മങ്ങിയ മുഖത്തോടുകൂടി ആൻസി വളരെ ക്ഷീണിതയായി ഇരിക്കുകയാണ്. ഇപ്പോൾ റൗണ്ട്സിനായി വന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ ആൻസി ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇതിനകം പറഞ്ഞിരുന്നു, അവൾ 11ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. കോൺസ്റ്റബിൾ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്, എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. ഇതിന് ആൻസി പതിയെ തലപൊക്കി പോലീസിനെ നോക്കി. മറുപടി ഒന്നും പറയാതെ വീണ്ടും തല താഴ്ത്തി. ഇത് കണ്ട കോൺസ്റ്റബിൾ, ഞാൻ ചോദിക്കുന്നതിന് നിനക്ക് മറുപടിയൊന്നും ഇല്ലേ, നീ എന്തിനാണ് കുനിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ അവന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ ആൻസി ഒരു പ്രതിമ പോലിരിക്കുകയായിരുന്നു. ആൻസി ഒരു പെൺകുട്ടിയായതിനാൽ അയാൾ ഒരു വനിതാ പോലീസിനെ വിളിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഒരു വനിതാ SI പോലീസ് ആ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അവർ ആൻസിയുടെ തോളിൽ കൈവച്ച് അവളെ ഒന്ന് കുലുക്കി. ഉച്ചത്തിൽ അവളോട് ചോദിച്ചു, നീ ആരാണ്, എവിടേക്കാണ് പോകേണ്ടത്? അതിന് ആൻസി വളരെ ദുർബലമായ ശബ്ദത്തിൽ പട്യാലയിലേക്ക് പോകണം എന്നും പറഞ്ഞു. എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞു. ഇപ്പോൾ ആ വനിതാ പോലീസ് ഉടൻ തന്നെ അവളെ അടുത്തുള്ള ചൈൽഡ് കെയർ സെന്ററിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് ഭക്ഷണം കൊടുത്തു. അവൾ നന്നായി ഭക്ഷണം കഴിച്ചു. എന്നിട്ടൊന്നും പറയാതെ അവൾ ഉറങ്ങാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് കൂടിയും അവൾ ഒരു വാക്കുപോലും മിണ്ടിയില്ല. അവളുടെ ആരോഗ്യസ്ഥിതി, മാനസികാവസ്ഥയും എങ്ങനെയാണെന്നറിയാനായി പോലീസ് അവളെ ഒരു പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനയിലൂടെ ആൻസി വല്ലാത്തൊരു മാനസിക വിഷമത്തിലാണ്, വല്ലാത്ത ഞെട്ടലിലാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾക്ക് സംസാരിക്കാൻ കഴിയാത്തതെന്നും ഡോക്ടർ പറഞ്ഞു. ആ ഞെട്ടലിൽ നിന്നും അവൾ മുക്തി നേടുന്നതുവരെ കാത്തിരിക്കണമെന്നും ഡോക്ടർ പോലീസിനോട് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ പോലീസും കാത്തിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവരെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ആൻസിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുന്നത്. ആ റിപ്പോർട്ടിൽ എന്തായിരുന്നുവെന്ന് ഞാൻ പിന്നീട് പറയാം. എന്നാൽ ഇപ്പോ ഈ റിപ്പോർട്ടിലൂടെ ആൻസിക്ക് എന്ത് സംഭവിച്ചിരിക്കാം എന്ന് ഊഹിച്ച പോലീസ് ആൻസിയുടെ കുറ്റസമ്മതത്തിനായി കാത്തിരിക്കാൻ തുടങ്ങി. ആൻസി സംസാരിക്കുന്നതിനായി കാത്തിരിക്കാൻ തുടങ്ങി. കൃത്യം പറഞ്ഞാൽ ആ ദിവസം രാവിലെ ഓഗസ്റ്റ് മാസം 15 നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. അന്ന് ആ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായി മുക്തയായ ആൻസി അവളുടെ വാ തുറന്ന് 3 ദിവസത്തിന് മുൻപ്, അതായത് ഓഗസ്റ്റ് മാസം 12-ാം തീയതി രാത്രി എന്ത് സംഭവിച്ചു എന്നവൾ പൂർണ്ണമായും പറയാൻ തുടങ്ങി. ഇപ്പോൾ അവൾ പറഞ്ഞത് കേട്ട പോലീസുകാർ അവൾ ഒറ്റയ്ക്ക് നിന്ന ആ ബസ് സ്റ്റാൻഡിലെ 32 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് ഇളം നീല ഷർട്ടും കടും നീല പാൻറ്റും ധരിച്ച്
32 വയസ്സുള്ള ഒരു മനുഷ്യൻ. അയാൾ ആൻസിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചു. ആ വ്യക്തിയിൽ ഒരു സംശയം തോന്നിയ പോലീസുകാർ അയാളുടെ മുഖം ആൻസിയെ കാണിച്ചു. അത് കണ്ടയുടനെ ആൻസിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വിറയ്ക്കുന്നതിനിടയിൽ ഭയന്നുകൊണ്ട് ഇവൻ തന്നെയാണ് എന്ന് അവൾ പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞു. ഇത് കേട്ട പോലീസുകാർ ഉടൻ തന്നെ ഡെഹ്റാഡൂൺ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ആ CCTV ദൃശ്യങ്ങളിലെ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾ ഒരു സർക്കാർ ബസ്സിലെ കണ്ടക്ടറാണെന്ന് അവരറിഞ്ഞത്. അവന്റെ പേര് ധർമ്മേന്ദ്ര കുമാർ. ഇപ്പോൾ ഉടൻ തന്നെ പോലീസുകാർ ഹരിദ്വാർ എന്ന സിറ്റിയിലെ ഈ ധർമ്മേന്ദ്രയുടെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ആ രാത്രി സംഭവിച്ച കാര്യങ്ങൾ അവൻ പറയാൻ തുടങ്ങിയത്. അവൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ഓരോ സ്ത്രീകളുടെ ഹൃദയത്തെയും നുറുക്കും. ഡൽഹി ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട് യാത്രക്കാരെ കയറ്റിക്കൊണ്ടിരുന്ന ഗവൺമെന്റ് ബസിന്റെ കണ്ടക്ടറായ ധർമ്മേന്ദ്രയും അതിലെ ഡ്രൈവറായ രാജ്പാലും അവിടെ ഒറ്റയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ആൻസിയെ ശ്രദ്ധിച്ചു. ആൻസിക്ക് പഞ്ചാബി ഭാഷ പോലും കൃത്യമായി അറിയില്ലായിരുന്നു. ആ സ്ഥിതിയിൽ അവൾ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ബസിന്റെ ബോർഡുകളൊക്കെ വായിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. അതെ, ആൻസി പഞ്ചാബ് സംസ്ഥാനക്കാരിയായിരുന്നു. ഇങ്ങനെ ആൻസിയെ ശ്രദ്ധിച്ച ഈ ഗവൺമെന്റ് ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും അവളുടെ കൂടെ ആരും ഇല്ല എന്നും അവൾ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളതെന്നും മനസ്സിലാക്കുന്നു. ഈ സത്യം അറിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ അവർക്കുള്ളിലെ രാക്ഷസന്മാർ പുറത്തേക്ക് വരാൻ തുടങ്ങി. അതായത് ആൻസിയെ എങ്ങനെയെങ്കിലും വിളിച്ചു കൊണ്ടുപോയി അവളെ റേപ്പ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ധർമ്മേന്ദ്ര നേരിട്ട് ആൻസിയുടെ അടുത്തേക്ക് ചെന്ന് ഡൽഹിയിൽ നിന്ന് പട്യാലയിലേക്ക് നേരിട്ട് ബസ്സൊന്നും ഇല്ല എന്ന് കള്ളം പറഞ്ഞു. എന്നിട്ട് അവളെ അവരുടെ ബസ്സിൽ കയറ്റി. ആൻസിയും ബസ്സിൽ കയറി ഉടൻ തന്നെ ഉറങ്ങാനും തുടങ്ങി. 4 മണിക്കൂറിന് ശേഷമാണ് അവൾ കണ്ണു തുറന്നത്. വേഗത്തിൽ പോകുന്ന ബസ്സിന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇരുട്ടുകൊണ്ട് മൂടിയിരുന്നു. അതേസമയം അവൾക്ക് പുറകിൽ നിന്ന് ഒരു പുരുഷന്റെ ശബ്ദം കേട്ടു. നന്നായി ഉറങ്ങിയല്ലേ എന്ന്. തിരിഞ്ഞു നോക്കിയ ആൻസി കണ്ടക്ടർ ധർമ്മേന്ദ്ര അവിടെ ഇരിക്കുന്നതായിരുന്നു കണ്ടത്. താൻ എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. താൻ വളരെ ക്ഷീണിതയാണെന്നും അതുകൊണ്ടാണ് ഇത്രയും സമയം ഉറങ്ങിയതെന്നും അവൾ മറുപടി നൽകി. അതിനുശേഷം ഡെഹ്റാഡൂൺ എത്തിയോ എന്ന് അവൾ അവരോട് ചോദിച്ചു. 10 മിനിറ്റിനുള്ളിൽ എത്തുമെന്നും അവർ അവളോട് പറഞ്ഞു. വീണ്ടും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ഇരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ അടുത്ത 10 മിനിറ്റിനുള്ളിൽ ആ ബസ് ഡെഹ്റാഡൂൺ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. എന്നാൽ ആ ബസ് സ്റ്റാൻഡ് നോക്കിയപ്പോൾ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. കാലിയാണെന്ന് ശ്രദ്ധിച്ച് ആൻസി തിരിഞ്ഞ് ധർമ്മേന്ദ്രയോട് പട്യാലയിലേക്ക് പോകുന്ന ബസ് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചു. അതിനവൻ കയ്യിലുള്ള വാച്ച് നോക്കിയിട്ട് രാത്രി ഒരു 10:30 അരമണിക്കൂറിനുള്ളിൽ ബസ് എത്തും. നീ എന്തായാലും ഉറങ്ങണ്ട, നീ ചെന്ന് അവസാനത്തെ സീറ്റിലിരിക്കെ, പുറത്തേക്ക് ഇറങ്ങണ്ട. ബസ് എത്തുമ്പോൾ ഞാൻ തന്നെ വന്ന് നിന്നെ അറിയിക്കാമെന്നും അവൻ പറഞ്ഞു. അവൻ അവളോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബസ് മരങ്ങൾ നിറഞ്ഞ ഒരു ഇരുണ്ട സ്ഥലത്ത് കൊണ്ട് നിർത്തി. ഇപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന അവസാനത്തെ 10 യാത്രക്കാരും ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് നടന്നു. കണ്ടക്ടർ ധർമ്മേന്ദ്ര പറഞ്ഞതുപോലെ അവനെ വിശ്വസിച്ച് ആ ബസിന്റെ അവസാനത്തെ സീറ്റിലേക്ക് ആൻസി ചെന്നിരുന്നു. അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ അവൾ പ്രതീക്ഷിക്കാത്ത സംഭവം നടക്കാൻ തുടങ്ങി. അതെ, ഇപ്പോൾ ആൻസി മാത്രമാണ് ആ ബസ്സിൽ തനിച്ചുള്ളത്. അവളുടെ അടുത്തേക്ക് വന്ന ആ ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും വളരെ പരിഹാസത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അവളെ നോക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ച ആൻസി എന്തുകൊണ്ടാണ് അവർ അങ്ങനെ നോക്കുന്നതെന്നറിയാതെ അവൾ ഞെട്ടിപ്പോയി. ആ കണ്ടക്ടർ തന്റെ പാന്റ് പോക്കറ്റിൽ നിന്നും ഒരു കത്തിയെടുത്ത് അവളുടെ മുഖത്തിന് മുന്നിൽ കാണിച്ചു. ഇത് കണ്ടപ്പോൾ ആൻസി ഭയന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നീ വിളിച്ചാൽ ഞാൻ നിന്റെ കഴുത്ത് മുറിക്കും. ആ നിമിഷം മോശം ആളുകളുടെ കയ്യിലാണ് താൻ അകപ്പെട്ടത് എന്ന് ആൻസിക്ക് മനസ്സിലായി. പക്ഷേ അത് വളരെ വൈകിയിരുന്നു. സീറ്റിൽ നിന്നും താഴെ ഇറങ്ങി കിടക്കാനായി അവർ അവളെ ഭീഷണിപ്പെടുത്തി. ഇപ്പൊ ഭയന്നു പോയ ആൻസി ആരെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ച് ഈ 2 പേരും അവളുടെ മുഖത്ത് തന്നെ അടിച്ചു. ഇതിൽ ആൻസിക്ക് ബോധം നഷ്ടപ്പെട്ട് കുഴഞ്ഞു വീണു. ഇപ്പോൾ അവർ അവളെ സീറ്റിൽ നിന്നും വലിച്ചിഴച്ച് താഴെ കിടത്തി. 2 പേരും മാറി മാറി ആ ചെറിയ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവർ മറ്റൊരു ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും അടുത്ത് ചെന്ന്, വളരെ ചെറിയൊരു പെൺകുട്ടി നമ്മുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആസ്വദിക്കാമെന്നും പറഞ്ഞു. ഇത് കേട്ട ആ ബസ് ഡ്രൈവറും കണ്ടക്ടറും വളരെ സന്തോഷത്തോടു കൂടി അകത്തേക്ക് ചെന്ന് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ആ ബസ് സ്റ്റാൻഡിലുള്ള ഒരു ഗവൺമെന്റ് ബസിന്റെ കളക്ഷൻസ് റിസീവ് ചെയ്യുന്ന ക്യാഷ്യറോടും ചെന്ന് ഈ ആൻസിയെ കുറിച്ച് പറഞ്ഞു. ഇത് കേട്ട് നായെ പോലെ നാക്കും നീട്ടിക്കൊണ്ടുവന്ന ആ രാക്ഷസൻ ആൻസിയുടെ അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ ഓരോരുത്തരായി ഒന്നിന് പുറകെ ഒന്നായി മാറി മാറി ആൻസിയെ വളരെ ക്രൂരമായി തന്നെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതോടുകൂടിയും അവസാനിച്ചില്ല. വീണ്ടും ആദ്യം മുതൽ ഇങ്ങനെ ഓരോരുത്തരുടെയും ഊഴമനുസരിച്ച് തുടർച്ചയായി ആ പെൺകുട്ടി രാത്രി മുഴുവനും അത്രയേറെ ക്രൂരത അനുഭവിച്ചു. ഒരു ഘട്ടത്തിന് ശേഷം ഈ മനുഷ്യമൃഗങ്ങളെല്ലാം ബസ്സിൽ നിന്നും ഇറങ്ങി ഒരു കടയിൽ ചെന്ന് ചായ കുടിക്കുകയായിരുന്നു. ആ പെൺകുട്ടി അടുത്ത് എന്ത് ചെയ്യാമെന്ന് പരസ്പരം ചോദിക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾ ഈ സമയം പറഞ്ഞു,
എനിക്ക് തൃപ്തിയായില്ല. രാവിലെ മുതൽ നമുക്ക് അവളെ മാറി മാറി റേപ്പ് ചെയ്യാം, കൂടാതെ അവളുടെ വസ്ത്രമൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ നമുക്ക് എടുക്കാം, എന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് പുറത്ത് പറയുകയാണെങ്കിൽ ഈ വീഡിയോ പുറത്ത് കാണിക്കുമെന്ന് അവളെ ഭീഷണിപ്പെടുത്താം. പിന്നീട് രാവിലെ പട്യാലയിലേക്ക് പോകുന്ന ആദ്യ ബസ് വന്നതും അവളെ അതിൽ കയറ്റിവിടാമെന്നും പറഞ്ഞു. ഇതിന് മറ്റ് 4 പേരും സമ്മതം അറിയിച്ചു. വീണ്ടും ആൻസിയെ റേപ്പ് ചെയ്യാനായി 5 പേരും ബസ്സിനുള്ളിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവിടെ ആൻസി ഇല്ല എന്ന് മനസ്സിലാക്കിയവർ ഞെട്ടിപ്പോകുന്നത്. സത്യത്തിൽ അവർ ചായ കുടിക്കാൻ പോയി ആ സമയത്ത് ആൻസിക്ക് ബോധം വന്നു. ബസ്സിൽ നിന്നും അവൾ ഇറങ്ങി രക്ഷപ്പെട്ടോടി. അവളെ കണ്ടെത്താനായി 5 പേരും വെവ്വേറെ തിരിഞ്ഞ് അവളെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു സ്ഥലത്ത് ആൻസി ഒറ്റയ്ക്കിരിക്കുന്നത് ഈ ധർമ്മേന്ദ്ര കാണുന്നു. എന്നാൽ അവൾക്കടുത്ത് തന്നെ ചില യാത്രക്കാർ ബസ്സിന് വേണ്ടി നിൽക്കുന്നത് കണ്ടിട്ട് അയാൾ ദൂരെ നിന്ന് അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ സമയം അവന്റെ ഒരു ഭയം ആൻസി അവൾക്ക് സംഭവിച്ച ഈ ക്രൂരത ആരോടെങ്കിലും പറയുമോ എന്നായിരുന്നു. അങ്ങനെ ആർക്കും അറിയാതെ അവളെ വലിച്ചുകൊണ്ടുപോയി ഇവർ ഇതിനകം പദ്ധതിയിട്ടതുപോലെ തന്നെ വസ്ത്രമൊന്നും ഇല്ലാതെ നേക്കഡായി ഒരു വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരും ഒരു ഘട്ടത്തിൽ ബസ്സിൽ കയറി പോകുന്നു. എന്നാൽ അപ്പോഴാണ് ആൻസി ഒറ്റയ്ക്കിരിക്കുന്നത് ശ്രദ്ധിച്ച പോലീസ് അവിടെ എത്തിയത്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാനും തുടങ്ങി. ആൻസിയെ പരിശോധിച്ച ഡോക്ടർ അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. അവളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുമുണ്ട്. കൂടാതെ അവളുടെ വസ്ത്രത്തിൽ ചില അൺനോൺ ഹ്യൂമൻസിന്റെ ബീജവും കണ്ടെത്തി. അവരുടെ ഹെയർ ഉണ്ടെന്നും ഫോറൻസിക് ടീം കൺഫേം ചെയ്തു. ഈ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടാണ് പോലീസുകാർ ഞെട്ടിപ്പോയത്. അതിനുശേഷം CCTV ദൃശ്യങ്ങളിലൂടെയും ആൻസി പറഞ്ഞ കാര്യങ്ങൾ വെച്ചും അവർ ധർമ്മേന്ദ്രയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ ധർമ്മേന്ദ്രയുടെ കുറ്റസമ്മതത്തിനു ശേഷം ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട 57 വയസ്സുള്ള രാജ്പാൽ, 52 വയസ്സുള്ള ദേവേന്ദ്ര, 38 വയസ്സുള്ള രാജേഷ് കുമാർ, 34 വയസ്സുള്ള രവികുമാർ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ DNA എടുത്ത് ആൻസിയുടെ ശരീരത്തിലും വസ്ത്രത്തിലും നിന്നും കണ്ടെത്തിയ DNA-യുമായി താരതമ്യം ചെയ്തു നോക്കി. 5 പേരും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഇതറിഞ്ഞ വടക്കേന്ത്യയിലെ എല്ലാ സ്ത്രീകളും ഈ വിദ്യാർത്ഥി കൗൺസിലും ഈ ക്രിമിനലുകൾക്ക് ശക്തമായ ശിക്ഷ നൽകണമെന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി. എന്നാൽ ഈ കേസിന്റെ അന്വേഷണം ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്. ഈ മനുഷ്യമൃഗങ്ങൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷ ലഭിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഡൽഹി നിർഭയ കേസ് മുതൽ ഇന്നുവരെയും ഒരു മാറ്റവുമില്ല. എല്ലാം അതുപോലെ തന്നെയാണ്. ഇതിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, അന്നത്തെ ദിവസം ആൻസി ഒറ്റയ്ക്ക് ആ ബസ് സ്റ്റാൻഡിൽ വരാനുള്ള കാരണം എന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൾ നന്നായി പഠിക്കാത്തതിനാൽ അവളുടെ മാതാപിതാക്കൾ അവളെ ശകാരിച്ചു. അതിൽ അവൾക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. കൂടാതെ ഉത്തർപ്രദേശിലുള്ള മൊറാദാബാദ് എന്ന നാടുവരെയും അവൾ വന്നു. അപ്പോഴാണ് താൻ വീട് വിട്ട് ഇറങ്ങി വന്നത് വലിയ തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. എന്നാൽ അവളുടെ സമയം അപ്പോൾ തന്നെ വൈകിയിരുന്നു. മനസ്സ് മാറി വീട്ടിലേക്ക് പോകാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ കാമരാക്ഷസന്മാരുടെ പക്കൽ അകപ്പെട്ട് ഈ ഒരു അവസ്ഥയിലായത്. ഇതറിഞ്ഞ പോലീസ് ആൻസി അവളുടെ മാതാപിതാക്കൾക്ക് കൈമാറി. ഈ കേസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളുമായി വഴക്കിടുന്ന പെൺകുട്ടികൾ ഏതൊരു കാരണവശാലും ഒറ്റയ്ക്ക് വീട് വിട്ട് പുറത്തേക്ക് പോകാനേ പാടില്ല. കൂടാതെ ആൻസിയെ പോലെ തന്നെ മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ ലോകത്ത് നമ്മുടെ വീടൊഴികെ സുരക്ഷിതമായ മറ്റൊരിടം ഇല്ല. നമ്മുടെ മാതാപിതാക്കൾ ഒഴികെ സുരക്ഷിതരായ ആളുകളും ഈ ലോകത്ത് ഇല്ല എന്നുള്ളതും ആദ്യം മനസ്സിലാക്കണം. സത്യത്തിൽ ഈ ഒരു കേസിൽ ആ പെൺകുട്ടിയോട് ഇത്ര ക്രൂരമായി പെരുമാറിയ കണ്ടക്ടർ, ഡ്രൈവർ, അവരെ പോലെ തന്നെ എത്രയോ നല്ല സ്വഭാവമുള്ള ഡ്രൈവറും കണ്ടക്ടേഴ്സൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട് പെൺകുട്ടികളെ സ്വന്തം മക്കളെ പോലെ കരുതുന്നവർ. എന്നാൽ അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ വെല്ലുവിളി. ആടിന്റെ വേഷം ധരിച്ച ചെന്നായ്ക്കളും ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ കേസിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രായം വരുന്ന 5 പേരാണ് ആ പെൺകുട്ടിയുടെ ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്തത്. അവർക്കും കാണില്ലേ ഈ ഒരു പ്രായത്തിൽ മക്കൾ? ചിന്തിച്ചു നോക്കിയാൽ അറപ്പ് തോന്നുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യമൃഗങ്ങൾ കാരണമാണ് നല്ല മനുഷ്യരെ പോലും നമ്മൾ സംശയത്തോടു കൂടി നോക്കുന്നത്. ഇതിനെല്ലാം പരിഹാരം ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. നിങ്ങൾക്കും അത് നന്നായി തന്നെ അറിയാം. സ്ട്രേഞ്ചേഴ്സ് എപ്പോഴും ഡേഞ്ചേഴ്സ് ആണ്. അവർ എത്ര നല്ലവർ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ എപ്പോഴും ആരെയും വിശ്വസിക്കില്ല, ആരെയും എനിക്ക് വിശ്വാസമില്ല എന്ന മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. കാരണം കാലം അങ്ങനെയാണ്. ഇതിലൂടെ ഈ രാത്രി സമയത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരാൻ പാടില്ല, എന്തിനു വന്നു, നിങ്ങൾക്കൊന്നും രാത്രി സ്വാതന്ത്ര്യമില്ല, ഈ രീതിയിലല്ല പറയുന്നത്. എപ്പോഴും സേഫ് ആയിരിക്കുക. ഇവിടെ ഒരുപാട് ചെന്നായ്ക്കൾ ചുറ്റി നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, ഒരു പ്രശ്നത്തിൽ അകപ്പെടാതെ നമ്മൾ തടയണം. അപകടകരമായ സാഹചര്യം നമ്മളായി സൃഷ്ടിക്കാതിരിക്കുക. ചികിത്സയേക്കാൾ പ്രതിരോധമാണ് നല്ലത് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ്. ദേഷ്യം കാരണം വീട് വിട്ട് പുറത്തേക്ക് വന്ന ആൻസിക്ക് സംഭവിച്ച ഈ ഒരു ക്രൂരമായ സംഭവം, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യാം? കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും നമ്മുടെ ചാനലിനെ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.